വീട്ടിൽ പ്രവേശിച്ചു. അവിടെ പത്രോസിന്റെ ഭാര്യ ഉണ്ടായിരുന്നു. തന്റെ ഭർത്താവിനെപ്പറ്റി നിരന്തരം പിറുപിറുത്തുകൊണ്ടിരുന്ന അമ്മയുടെ കൂടെ താമസിക്കാതെ ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ് അവർക്കിഷ്ടമെന്ന് തോന്നുന്നു. പുറത്തുനിന്ന ജനക്കൂട്ടം അത്യുച്ചത്തിൽ ഈശോയെ വിളിച്ചുകൊണ്ടിരുന്നു. ഇത് പത്രോസിന് വലിയ ശല്യമായി തോന്നി. അദ്ദേഹം പുരപ്പുറത്ത് കയറി നിന്ന് ജനങ്ങളോട് മര്യാദ പാലിക്കുവാൻ അഭ്യർത്ഥിച്ചു. ഗുരു തന്റെ വീട്ടിൽ അല്പസമയമെങ്കിലും നിൽക്കുന്നത് അദ്ദേഹത്തിന് വളരെ സന്തോഷകരമായിരുന്നു. എന്നാൽ ഈശോയ്ക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുവാൻ പത്രോസ് ഭാര്യയോട് അഭ്യർത്ഥിച്ചുകൊണ്ടിരുന്നു. അല്പം വെള്ളവും തേനും കലർത്തി കൊടുത്തത് കുടിക്കുവാൻ പോലും അവിടുത്തേക്ക് സമയമില്ലായിരുന്നു. ഇത് കണ്ട് പത്രോസ് പിറുപിറുത്തു. ഈശോ പത്രോസിനെ നോക്കി പുഞ്ചിരിച്ച് തലകുലുക്കി പറഞ്ഞു, "നിന്റെ മട്ട് കണ്ടാൽ നാം ഇനി ഒരിക്കലും കാണുകയില്ലെന്നും